എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 4 വൈദികർക്കെതിരെ നടപടി. ഇവരെ ചുമതലകളിൽ നിന്ന് നീക്കി. ഏകീകൃത കുർബാന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സഭാ നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന്റെ പേരിലാണ് നടപടിയുണ്ടായിരിക്കുന്നത്. പ്രദീപ് ജോസഫ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. പ്രദീപ്, വളരെ നാളുകളായിട്ട് ക്രൈസ്തവ സഭയിൽ, അത് പ്രത്യേകിച്ച് പൗരസ്ത്യ സഭയിൽ നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് വന്നിട്ടുള്ളത്? ഈ ഒരു നടപടിയോട് ഈ പ്രശ്നങ്ങൾ അവസാനിക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? അതോ രൂക്ഷമാകുമോ അവിടുത്തെ പ്രശ്നങ്ങൾ? എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാനയർപ്പണം നിശ്ചയമായും നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ട് 2 വർഷത്തോളമായി. ഇനിയും അത് പൂർണ്ണമായും നടപ്പിലാക്കാനായിട്ടില്ല. ചുരുക്കം ചില പള്ളികളിൽ മാത്രമാണ് ഏകീകൃത രീതിയിൽ കുർബാന അർപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കർശന നടപടികളിലേക്ക് സഭാ നേതൃത്വം കടക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് 4 വൈദികർക്കെതിരായ നടപടികൾ. പാലാരിവട്ടം, തൃപ്പൂണിത്തുറ, മാതാനഗർ പള്ളികളിലെ വികാരിമാരെയാണ് തലസ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നത്. കൂടാതെ സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയുടെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഫാദർ വർഗീസ് മണവാളനെയും തലസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സഭാ ട്രിബ്യൂണൽ അഥവാ സഭാ കോടതി രൂപീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഇത്തരത്തിൽ വൈദികർക്ക് എതിരെയുള്ള നിയമ നടപടികളും മറ്റും സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് സഭാ കോടതി രൂപീകരിക്കുന്നത്. ക്രിസ്മസിന് മുന്നേ തന്നെ ഒരുപക്ഷെ കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടായേക്കും എന്ന് തന്നെയാണ് സൂചന. കാരണം സഭാ നേതൃത്വം നിർദ്ദേശിച്ചിട്ടും ഇതേവരെ പൂർണ്ണമായ രീതിയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ കഴിയാത്തത് സഭാ നേതൃത്വത്തെയും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നടപടികളിലൂടെ മാത്രമേ മുന്നോട്ട് പോകാനാവൂ എന്നവർ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ആദ്യപടി ഇതിപ്പോ ഈ നടപടിയോടുകൂടി വലിയ തോതിൽ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോകും. കാരണം ഞാൻ ഓർക്കുന്നു, ജോർജ് ആലഞ്ചേരി പിതാവ് അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പായിരുന്ന ഒരു സമയത്ത് ക്രിസ്മസ് കുർബാന അർപ്പിക്കുന്നത് പോലും തടയുന്ന വിധത്തിൽ ഒക്കെയുള്ള പ്രൊട്ടസ്റ്റും മറ്റുമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. കുറെ കാലമായിട്ടുള്ള പ്രശ്നമാണ്. ഇപ്പൊ നടപടി എടുക്കുക വഴി ക്രിസ്മസിന് മുമ്പ് വീണ്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രശ്നങ്ങൾ തലവെക്കാനുള്ള സാധ്യതയുണ്ടോ? ഏകീകൃത കുർബാനയർപ്പണം സംബന്ധിച്ച് രൂക്ഷമായിരുന്നു തർക്കങ്ങൾ എങ്കിൽ തന്നെ ഏതാണ്ടൊരു 5 മാസം മുൻപ് നടന്ന ചർച്ചയിൽ എല്ലാ പള്ളികളിലും ഏതെങ്കിലും ഒരു കുർബാന ഏകീകൃതമായ രീതിയിൽ അർപ്പിക്കുക എന്നൊരു ധാരണയിലെത്തിയിരുന്നു. എന്നാൽ ചില ദേവാലയങ്ങളിലെങ്കിലും ഇത് പ്രാവർത്തികമായില്ല. ഇതേ തുടർന്നാണ് കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി ഇപ്പോൾ സഭാ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഈ 4 വൈദികർക്കെതിരായ നടപടിയെ അംഗീകരിക്കുന്നില്ല എന്നുള്ള നിലപാടാണ് നടപടി നേരിട്ടവരും അവരോട് ഒപ്പമുള്ള ആളുകളും സ്വീകരിച്ചിരിക്കുന്നത്. ഈ നടപടിക്കെതിരെ ഏത് തരത്തിലുള്ള പോരാട്ടം വേണം? നിയമ പോരാട്ടമാണോ നടത്തേണ്ടത്, അതോ ഇതിനുള്ളിൽ തന്നെയാണോ, സംവിധാനത്തിനുള്ളിൽ തന്നെയാണ് പോരാട്ടം നടത്തേണ്ടത്? അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വൈകാതെ ആലോചിച്ച് തീരുമാനിക്കും. എന്തായിരുന്നാലും നടപടി കൊണ്ടൊന്നും നിലപാടിൽ നിന്ന് മാറ്റാൻ സാധിക്കുകയില്ല എന്നുള്ള അഭിപ്രായത്തിലാണ് ഈ നടപടി നേരിട്ട വൈദികരും ഒപ്പം അവരോട് ഒപ്പമുള്ള ആളുകളും നിലനിൽക്കുന്നത്. ശരി, എന്തായാലും